ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഈദ് മുബാറക്. അപ്പോൾ നമ്മളെ 30 നോമ്പും കഴിഞ്ഞ് പള്ളി നോക്കി തക്ബീർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രിത്തെ നമ്മളെ എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണെന്നൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ചിക്കൻ ടിക്ക ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ മസാലയാണ് റെഡിയാക്കുന്നത്. അത് തലേന്ന് തന്നെ ചിക്കനിൽ നല്ല മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അത് നമ്മൾ കേട് ഒഴിച്ച് പിന്നെ തന്തൂരി പൗഡർ, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാല, വൈറ്റ് പെപ്പർ പൗഡർ, കസൂരി മേത്തി, പിന്നെ ഒരു ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഇതിൽ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ബോണസ് പീസ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മസാലയിൽ പരക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ രാവിലെ എണീച്ചിട്ട് ഇതുപോലെ ഒരു കൊള്ളിയിൽ കുത്തിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളൊരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 6 kg ഒഴിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഹെൽപ്പിങ്ങും ഉണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിലേക്ക് കുറച്ച് പഞ്ചസാരയും മിൽക്ക് മേഡും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ട് ഈ വെള്ളമൊക്കെ ഒരു വറ്റി വരുന്ന രൂപത്തിലാണ് നമ്മൾ ക്യാരറ്റ് വേണ്ടത്. നമുക്കൊരു നെക്സ്റ്റ് കസ്റ്റേർഡ് റെഡിയാക്കണം. കസ്റ്റേർഡൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ, അതുകൊണ്ട് ഡീറ്റെയിൽ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല, ഇങ്ങനെ സ്പീഡിലൊന്നും കാണിച്ചു പോകുന്നേ ഉള്ളൂ. ആദ്യം പാല് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മളെ കസ്റ്റേർഡ് ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുത്തത് നമുക്കൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. പാനിൽ കുറച്ച് ഗീ ആക്കിയതിന് ശേഷം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാധാ ടോസ്റ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ പുഡിംഗ് ട്രയൽ ഇതുപോലെ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് നോക്കുന്നത് ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡാണ്. ഇതുപോലെ ഫുള്ളായിട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ കസ്റ്റേർഡ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഭാഗം ഒഴിച്ചിട്ട് നമ്മൾ 2 ലെയറാണ് ആക്കുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി മാറ്റി വെക്കാം. എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആക്കി വെച്ച ക്യാരറ്റ് ഒരു ഹലുവ പോലെ ഉണ്ടാകാൻ നല്ല മിൽക്ക് മേഡും നല്ല മധുരമായിട്ട് നല്ല ടേസ്റ്റിയുള്ള ഒരു ക്യാരറ്റാണ് ഉണ്ടാകുക. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ്, ഇതിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റേർഡ്, അതേ സെയിം റിപ്പീറ്റേഷൻ തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചതാണ് ആപ്പിള്, ചെറിയ പഴം, അനാറ്, ഈത്തപ്പഴം, പിന്നെ കാഷ്നട്ട്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിൽക്ക് മേഡിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ രാവിലെ എടുക്കാം. അപ്പോൾ ഈ ഇങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ട് ഉറങ്ങി. ഇത്രയേ ഉള്ളൂ നൈറ്റിലെ പരിപാടി. ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ അൽഹംദുലില്ലാ 30 റമളാൻ കഴിഞ്ഞ് ഇനി പെരുന്നാളായി. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ആഘോഷങ്ങളും ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത വീണ്ടും ഒരു ചെറിയ പെരുന്നാളാണ് ഇന്ന്. അപ്പോൾ രാവിലെ എണീച്ചിട്ടേ ഇല്ലാത്ത ഡ്രസ്സൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. രാവിലെ എണീച്ച് നിസ്കാരവും ചായയുടെയും കഴിഞ്ഞ പാടന്നെ ഉമ്മാൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിന്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ടായിന്. പിന്നെ ഇപ്പോൾ ബീഫും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അനിയത്തി ഇവിടുന്ന് ഉള്ളി തോല് കളയുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കല്ലോ. ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് സുക്കിയും ചിക്കൻ ടിക്കയാണ് നമ്മൾ ഇന്നത്തെ ഇതിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഉമ്മൻ്റെ ഒരു ബാച്ച് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയിൽ ദമ്മിടേണ്ട ഉള്ളിയും കാഷ്നട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ മസാല ആക്കേണ്ട പ്രിപ്പറേഷൻസ് തുടങ്ങി, ഉള്ളിൽ നിന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി നോക്കാം ചിക്കൻ ടിക്കേൻ്റെ കയ്യിൽ. അപ്പോൾ കൊള്ളി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമുക്കിതുപോലെ സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള, പിന്നെ ക്യാപ്സിക്കോ, പിന്നെ ചിക്കന്, അങ്ങനെ ലെയറായിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഒരു കൊള്ളി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാ സ്റ്റിക്കിലും ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുളിച്ച് റെഡിയാകാൻ പോയി. അപ്പോൾ കുളിച്ച് മാറ്റിയിട്ടൊക്കെ വന്നതിന് ശേഷം ഇതാ ഉമ്മാൻ്റെ ബിരിയാണി നെയ്ച്ചോറായിട്ടുണ്ട്. നെയ്ച്ചോറ് ഇവിടെ ദമ്മിടൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ടിക്ക ഇത് പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രഷിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആക്കിയതിന് ശേഷം ഓരോ കൊള്ളി ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ബീഫ് സുക്ക, പിന്നെ ബിരിയാണീൻ്റെ മസാല, ചിക്കൻ ബിരിയാണീൻ്റെ ചിക്കൻ മസാല, നമ്മൾ ടിക്ക പിന്നെ ഇവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് എവിടെ പോകാനൊന്നുമില്ലല്ലോ. റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഫോട്ടോഷൂട്ട് ഇതന്നെ, ഫോട്ടോ എടുക്കുക, ഫുഡ് കഴിക്കുക, കിടക്കുക, അത്രേ ഉണ്ടായിട്ടുള്ളൂ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക്. എല്ലാവർക്കും അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഭയങ്കര ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ രോഗം നമ്മളെ രാജ്യത്തു നിന്ന് വിട്ടുപോകാനും രോഗം ഇല്ലാതാകാനും വേണ്ടിയെങ്കിൽ ദുആ ചെയ്യാം. അത്രമാത്രമല്ലേ നമുക്ക് പറ്റൂ. എല്ലാവരും ദുആ ചെയ്യാം, എത്രയും പെട്ടെന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് ചെയ്ത ബിരിയാണി ഉമ്മ ദമ്മൊക്കെ ഇട്ടിട്ടുണ്ടതിന് ഫുഡൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുക. അത്രയേ ഉള്ളൂ നമ്മളെ ഈദ് വിശേഷങ്ങൾ. ഫുഡ് കഴിച്ചതിന് പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഇതായിരുന്നു എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. വെറുതെ ഒന്ന് റീൽസ് എടുത്ത് നോക്കിയതാണ്.